നിലമ്പൂരിൽ എന്താണ് UDF-ന്റെ ഒരു സാഹചര്യം നിലവിൽ? അതിപ്പോൾ ഞങ്ങളൊക്കെ ഇനിയിപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരുണ്ട്, വൈകുന്നേരം അവിടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ആലോചിക്കട്ടെ. UDF-ന്റെ ഒരു നിലപാടുണ്ടാവും. ആ നിലപാടനുസരിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോവുകയും ചെയ്യും. PV അൻവറിന്റെ വിഷയത്തിൽ ഇപ്പൊ അനന്തമായി നീളാണല്ലോ ചർച്ചകൾ. കക്ഷിയാക്കാൻ തീരുമാനിച്ചു പ്രഖ്യാപനം വന്നില്ല. ഇപ്പൊ അൻവർ മത്സരിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനമൊക്കെ അൻവറിന്റെ പാർട്ടി നടത്തുന്നുണ്ട്. അല്ല, അപ്പോൾ അതിപ്പോൾ ഒരു കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു ആവർത്തനം ആവശ്യമില്ല. ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. അതല്ല ഞാൻ പറയട്ടെ. ഞങ്ങൾ കൂടി ആലോചിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും. UDF തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ട് മുന്നോട്ട് പോകും. ഈ ഇഷ്യൂ, അൻവറിൻ്റെ ഇഷ്യൂ, അത് സംബന്ധിച്ചും കൂടിയാലോചന ഉണ്ടാവും. കൂടിയാലോചനയ്ക്ക് ശേഷം അത് സംബന്ധിച്ച് UDF-ൻ്റെതായ ഒരഭിപ്രായം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്കൾ അൻവറുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ചർച്ച തുടരുന്നുണ്ടോ, അത് അവസാനിച്ചോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊന്നും യാതൊരു അർത്ഥമില്ല. ഇപ്പം ഞാനാണ്ട് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ വന്നാലോ? അപ്പോൾ അതെനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ? അല്ല, ഇനിയിപ്പോൾ PMA സലാം ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് ഇനിയിപ്പോൾ ഒരു ലീഗ് നിലപാട്, ഒരു കോൺഗ്രസ് നിലപാട്, അങ്ങനെയല്ല. ഇലക്ഷൻ്റെ മധ്യത്തിലാണുള്ളത്. ഇനിയൊരു UDF നിലപാടുണ്ടാവും. അത് നിങ്ങളോട് പറയാം. ഞങ്ങളെല്ലാവരും ഒന്ന് ഒരുമിച്ച് അവിടെ എല്ലാ ലീഡേഴ്സും ഒന്ന് വൈകുന്നേരം അവിടെ ഉണ്ട്, കൂടി കാണും, കൂടി ആലോചിക്കും. അതിന് ശേഷം ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം, കൂട്ടായി പറയാം. നിങ്ങൾക്ക് വേണ്ടി ഒരു ആൻസർ തരാൻ എനിക്ക് കഴിയില്ല. കാരണം അത് നമ്മൾ മാത്രം പറയാവുന്ന കാര്യമല്ലല്ലോ. കുട്ടികൾ ചോദിക്കുന്ന കാര്യം ചോദിച്ചാൽ ഞാനെന്താ പറയാം? അല്ല, അതിപ്പോൾ പറയാൻ കഴിയില്ല. ഞങ്ങൾ കൂടി ആലോചിച്ച് പറയാം. ഓക്കെ.